ഇതാ നമ്മുടെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയതിനു ശേഷം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് കുറേ മുന്നേ എടുത്ത വീഡിയോ ആണ്. രാവിലെ ആയപ്പോഴത്തേക്കും കൈ നല്ല അസാധ്യ വേദനയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പെയിൻ കില്ലറൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് ഫുഡ് കഴിഞ്ഞിട്ട് അത് കഴിക്കാം. പിന്നെ മൂക്കിൽ ഇതാ തുളസീൻ്റെ കമ്പാണ് വെക്കേണ്ടത്, പക്ഷെ എനിക്ക് ഈർക്കലിൻ്റെ കമ്പാണ് കിട്ടിയത്. അപ്പോൾ മൂക്കുത്തിയും മേക്കാതും ഒക്കെ അയച്ചു വെച്ചത് കൊണ്ട് തുളയടഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുത്തി വെച്ചതാണ് കേട്ടോ. ഇല്ലെങ്കിൽ അതിലും വലിയ വേദന സഹിക്കേണ്ടി വരും. പിന്നെ ഇടികെട്ടിയവനെ പാമ്പ് കടിച്ചെന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇതപ്പോൾ കാണുകയും ചെയ്തു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ മോന് നല്ല ജലദോഷം പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി മോനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്കും പോകണം. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഞങ്ങളുടെ വീട് ആകെ ഒരു ശോകാവസ്ഥയിലാണ്. ഒരനക്കവും ഇല്ല, ചിരിയും ഇല്ല, കളിയും ഇല്ല, ഒന്നുമില്ല. വീട്ടിൽ 24 മണിക്കൂർ ഒച്ചയും ബഹളം ഉണ്ടാക്കി നടക്കുന്ന ആള് സൈലന്റ് ആയപ്പോ വീട് മൊത്തത്തിൽ സൈലന്റ്. ഇവിടെ സർജറി കഴിഞ്ഞ് എനിക്കില്ലാത്ത വേദനയും സങ്കടമായിരുന്നു ചേട്ടനും മോനും. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത 2 കാര്യങ്ങളാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതും മിണ്ടാണ്ടിരിക്കുന്നതും. പിന്നെ ഏറ്റവും കൂടുതൽ വേദന സഹിക്കുന്ന ആൾക്കുള്ള അവാർഡ് ഉണ്ടെങ്കിൽ അത് എനിക്കാണെന്ന് എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്. അതിന് കാരണമുണ്ട്. ഡെലിവറി സമയത്ത് ഒരു ഫുൾ തോർത്തായിരുന്നു എൻ്റെ വായിൽ. അമ്മയെന്നുള്ളൊരു അക്ഷരം പോലും പുറത്തേക്ക് വന്നിട്ടില്ല. അമ്മയെ ഓർമ്മിപ്പിക്കല്ലേ, നമ്മൾ വിഷയത്തിൽ നിന്ന് വല്ലാതെ തെന്നിമാറുന്നു. അപ്പൊ അതാ ഇങ്ങനെയാണ് കേട്ടോ കൈയിരിക്കുന്നത്. ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് തന്നെ ചിരി വന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൂണ്ടുവിരലിലെ നഖം ഉണ്ടല്ലോ, അത് തുളച്ചിട്ട് ഈ സ്റ്റിച്ച് ചെയ്യുന്ന നൂല് കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് നമ്മുടെ താഴേക്ക് ഇതുപോലെ സെല്ലോ ടൈപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. പൊത്തിൻ്റെ ഉള്ളിൽ നിന്ന് കിളിക്കുഞ്ഞുങ്ങൾ നോക്കുന്ന പോലെ 3 വിരൽ മാത്രം കുറച്ച് പുറത്തേക്കാണ്, ബാക്കിയൊക്കെ ചുരുട്ടി മടക്കി വെച്ചിരിക്കാൻ തോന്നുന്നു. മോനാണെങ്കിൽ സ്കൂൾ ബസ് രാവിലെ 8:10 വരും കേട്ടോ. ചേട്ടനാണെങ്കിൽ ഒരു വിധം ഓടി പഠിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. 9 മണിയാകുമ്പോൾ ചേട്ടൻ ഓഫീസിലേക്കും പോകണം. അതുകൊണ്ട് മോനാണെങ്കിൽ ലഞ്ചും കൊണ്ടുപോകണം, അതുപോലെ തന്നെ എന്തെങ്കിലും സ്നാക്കും കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി മോന് സ്കൂളിൽ പോയി. പിന്നെ ചേട്ടന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ചേട്ടന് ലീവാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ വീട്ടിൽ തിങ്കളും വ്യാഴാണ് ആരവിന് കരാട്ടെ ക്ലാസ് ഉള്ളത്. അപ്പോൾ അതും തിങ്കളാഴ്ച ചേട്ടൻ വീട്ടിലുള്ളതുകൊണ്ട് ചേട്ടൻ തന്നെ കൊണ്ടാക്കി. ബാക്കിയുള്ള ദിവസമൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ കൊണ്ടാക്കിയത്. അമ്മ വന്നാലേ ഞാൻ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു മോനെ, അമ്മയ്ക്ക് ഇങ്ങനെ വരാൻ പറ്റാത്തതുകൊണ്ടല്ലേ മോൻ പോയിട്ട് വന്ന് പറഞ്ഞപ്പോൾ അവൻ പോയിട്ട്. അങ്ങനെ മോനെ കരാട്ടെ ക്ലാസ്സിലൊക്കെ ആക്കിയതിന് ശേഷം വരുമ്പോൾ അതാ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പാവം മോന് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ. അപ്പോൾ അത് കണ്ടപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ്. പക്ഷെ ഒട്ടും നന്നാക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ലായിരുന്നു. ഞാൻ ചെറുതായിട്ട് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു, എന്നാലും ചേട്ടൻ നന്നാക്കി. എനിക്ക് വലത്തെ കൈക്ക് ഒരു കുഴപ്പമില്ലല്ലോ, അപ്പം ഞാൻ ആ കൈ കൊണ്ട് എനിക്ക് പറ്റുന്ന പണിയൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. എനിക്ക് കറിക്കറിയാനും അലക്കാനും പാത്രം കഴുകാനൊക്കെ അല്ലേ പറ്റാത്തുള്ളൂ. ബാക്കി അടിച്ചു വാരിയും ഇങ്ങനെ ചെറിയത്. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്. ചേട്ടൻ അരിഞ്ഞു തരും. പിന്നെ ചോറ് വാർക്കാനും അങ്ങനത്തെ പണിയൊന്നും പറ്റില്ല, അതൊക്കെ ചേട്ടൻ ചെയ്യും. പക്ഷേ ഫുഡ് വെക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. പിന്നെ ഇതാ മോൻ്റെ ലഞ്ച് ബോക്സും പാത്രങ്ങളും കാര്യമൊക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചേട്ടൻ തന്നെയാണ് കഴുകുക. പിന്നെ ചേട്ടന് അതേ ശീലമാണ് കേട്ടോ. ഒരു ചെറുപ്പം മുതലേ വീട്ടിലെ ഏകദേശം എല്ലാ പണികളും ചെയ്തിട്ടാണ് കേട്ടോ വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ ഒരു പണി ഒന്നും ചെയ്യിപ്പിക്കാറില്ല, പക്ഷെ എൻ്റെ കൂടെ എല്ലാത്തിനും വന്ന് ഹെൽപ്പ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ രാത്രി ഇതാ മീൻ കറിയും മീൻ പൊരിച്ചതും ഉപ്പേരിയും ചോറൊക്കെ ആക്കി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ മോനും അതുപോലെ തന്നെയാണ്. അവനെ കൊണ്ടാവുന്ന പണികൾ അവന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അവൻ ഫുഡ് കഴിച്ചിട്ടുള്ള പാത്രം സോപ്പൊന്നും വെച്ച് കഴുകിയില്ലെങ്കിലും അവൻ തന്നെ കഴുകിയിട്ടൊക്കെ അവിടെ വെക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അവനായിട്ട് യാതൊരുവിധ ശല്യമോ കാര്യമൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ പാത്രം കഴുകുന്നതായിരുന്നു വലിയൊരു കാര്യം. ഒരുപാട് പാത്രങ്ങളുണ്ടാവും. എനിക്കൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ ചേട്ടന് ഓഫീസിൽ പോയിട്ട് ഫുൾ പണിയാണ്, ഒട്ടും റെസ്റ്റ് ഇല്ലാതെ. വീട്ടിൽ വന്നിട്ട് പണിയെന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമമൊക്കെ ആയിരുന്നു എനിക്ക്. പിന്നെ നമുക്ക് നിവൃത്തിയില്ലല്ലോ. എന്ന് വെച്ചാൽ ഒരു കുടുംബജീവിതം എന്നൊക്കെ പറയുമ്പോൾ ഭർത്താവിന് വയ്യാണ്ടാവുമ്പോൾ ഭാര്യ ചെയ്ത് കൊടുക്കുക, ഭാര്യയ്ക്ക് വയ്യാതാകുമ്പോൾ ഭർത്താവ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ആണല്ലോ. നമ്മുടെ കൈയും കാലും വായും ഇങ്ങനെ 24 മണിക്കൂറും വർക്ക് ചെയ്തിരിക്കുന്നതും കൊണ്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതും കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് നല്ലോണം തന്നെ ഉണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ ആരെങ്കിലും വന്ന് നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ അമ്മയ്ക്ക് അപ്പോഴത്തേക്കും ഭയങ്കര പനി, ഒട്ടും സുഖം ഉണ്ടായിരുന്നില്ല വന്ന് നിൽക്കാനൊക്കെ. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ വയനാട്ടിലാണെങ്കിൽ പെരും മഴ, അവിടെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അമ്മയ്ക്ക് വീടും ഒന്നും ഇട്ടിട്ട് വരാൻ പറ്റില്ല. കാരണം വീട്ടിലൊക്കെ വെള്ളം കയറി നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് മുകളിൽ വെക്കണമല്ലോ, അതുകൊണ്ട് അമ്മയ്ക്ക് അവിടെ നിന്ന് വരാൻ പറ്റിയില്ല. പിന്നെ ചേട്ടൻ രാവിലെ 9 മണിക്ക് ഓഫീസിൽ പോകുന്നതും കൊണ്ട് തന്നെ എനിക്ക് മുടിയിട്ട് അങ്ങനെ ഒന്നും നേരം ഉണ്ടാവില്ല. പിന്നെ ഞാൻ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രേമേച്ചീൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോവുക. നമ്മൾ പ്രേമേച്ചീൻ്റെ അവരെ പഴയ വീട്ടിൽ, അവരുടെ തറവാട്ട് വീട്ടിലാണ് കേട്ടോ നമ്മൾ വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ അവർ തൊട്ടടുത്ത് തന്നെ പുതിയ വീടെടുത്തിട്ട് തൊട്ടപ്പുറത്ത് തന്നെ താമസിക്കുന്നുണ്ട്. പാവമാണ് കേട്ടോ, ഭയങ്കര ഹെൽപ്പിംഗ് ആണ്, നല്ല സ്നേഹമാണ് കേട്ടോ നമ്മളോട്. അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തു തരുമോ, പ്രേമേച്ചി ഈ മുടിയൊന്ന് കെട്ടിത്തരുമോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അവിടെ ഇട്ടിട്ട് ഓടി വരും കേട്ടോ. അത് ഞാൻ നിനക്ക് കെട്ടി തന്നിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. അത്രയ്ക്കും സ്നേഹവും കാര്യമൊക്കെ ആണ് കേട്ടോ നമ്മളോട്. എനിക്കിങ്ങനെ ഈ കൈക്ക് ഇങ്ങനെ പറ്റിയ സമയത്ത് ഞാൻ കുറേ അതിൻ്റെ ഇടയ്ക്ക് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഈ കൈ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു 3 ആഴ്ച ഒരു മാസം കൊണ്ടൊക്കെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. ഒരു കൈ ഇല്ലാത്തവരെങ്ങനെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നില്ലെങ്കിൽ അവരെങ്ങനെ
ജീവിച്ചു പോകുന്നെന്നുള്ള കാര്യത്തിൽ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമവും എങ്ങനെ സാധിക്കുന്ന അവരെ കൊണ്ട് വല്ലാത്തൊരു ബഹുമാനമൊക്കെ തോന്നിപ്പോൾ എനിക്ക് അവരോട് കേട്ടോ. ശരിക്കും ഭയങ്കര ഭയങ്കര അതില്ലാതായപ്പോഴാണ് എനിക്കൊരു ശരിക്കും മനസ്സിലായത്. നമുക്ക് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അത് നമുക്ക് ഉള്ളപ്പോൾ നമുക്കതിൻ്റെ വില അറിയില്ല. പക്ഷെ നമുക്കത് ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് നമുക്കപ്പോൾ മനസ്സിലാവും. അപ്പോൾ എല്ലാവരോടും എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, എന്നെപ്പോലെ ഇങ്ങനെ അന്തവും കുന്തവും ഇല്ലാണ്ട് അവിടെ ഇവിടെയും വായി നോക്കി പച്ചക്കറിയൊക്കെ മുറിച്ചിട്ടുണ്ടെങ്കിൽ കൈ ഇതുപോലെയാവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ.